നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയുടെ മരണത്തിൽ SFIയെ കടുത്ത ഭാഷയിൽ പരിഹസിച്ച് നടനും സംവിധായകനുമായ ജോയി മാത്യു. പതാകയിൽ ചെഗ്വേര, പ്രൊഫൈലും ചെഗ്വേര തന്നെ. പിന്നെ എവിടെയൊക്കെ തിരികാനാകുമോ അവിടെയൊക്കെ തിരികാനും ചെഗ്വേര തന്നെ. പോരാത്തതിനിടയ്ക്കൊക്കെ ചെഗ്വേരയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീയെ വിദേശത്ത് നിന്ന് ഇറക്കും. എന്നാൽ നമ്മുടെ ചുടുചോറ് വാരികൾക്ക് അതിനേക്കാൾ താല്പര്യം കൊടി, കിർമാണി, ട്രൗസർ എന്നൊക്കെ വീട്ടുപേരുള്ള വിപ്ലവ തീപ്പന്തങ്ങളാകാനാണ്. അതുകൊണ്ടാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ അതിക്രൂരമായി അവർ കൊലയ്ക്ക് കൊടുത്തത്. ചുടുചോറ് വാരികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരെ കുറ്റവാളികളാക്കി വളർത്തിയെടുക്കാൻ ഉത്സാഹിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉള്ളിടത്തോളം ഇത്തരം അരുംകൊലകൾ തുടരും. ഈ ഒരു പ്രാകൃത കാലത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് നാം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നു എന്ന കുറ്റബോധം തരിമ്പുമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാണ് ജോയി മാത്യു കുറിച്ചിരിക്കുന്നത്. സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട 6 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. പരസ്യ വിചാരണ ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത സംഘത്തിൽപ്പെട്ടവരാണിവർ. ആകെ 20-ലേറെ പ്രതികളുണ്ട് എന്നാണ് അറിയുന്നത്. റാഗിങ്ങിനെ തുടർന്ന് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട 12 പേരിൽ ഉൾപ്പെട്ടവരല്ല അറസ്റ്റിലായവർ. സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ ഇപ്പോൾ ഒളിവിലാണ്. സംഭവം ആത്മഹത്യയെന്നാണ് പോലീസ് നിഗമനം. എന്നാൽ അതിനു മുൻപ് 3 ദിവസം തുടർച്ചയായി ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട്. ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 306, 324, 341, 342 കൂടാതെ റാഗിംഗ് സെക്ഷൻ 3, 4 പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. അന്യായമായി തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ, മാരകമായ മർദ്ദനം തുടങ്ങിയവയാണ് കുറ്റങ്ങൾ. പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും SFIയുടെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുടെ ദാരുണമായ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. SFIക്കാരുടെ മുദ്രാവാക്യവും അത്തരത്തിലായിരുന്നല്ലോ. പോപ്പുലർ ഫ്രണ്ട് വിളിച്ച തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് SFIക്കാരും വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടും SFIയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ മാത്രമാണ്. എന്തായാലും ഈ CPM നേതൃത്വം തുറന്നുവിട്ടിരിക്കുന്ന ഇവരെ ഇനിയെങ്കിലും നിയന്ത്രിച്ചില്ലെന്നുണ്ടെങ്കിൽ കേരളം ഒരു കുട്ടിച്ചോറായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്.